കാരണം ഈ സമരഭൂമികളൊക്കെ തീർത്ത് ഇങ്ങനെ ഉള്ള ഒരു പരിസരം നമുക്ക് സാമൂഹികമായും രാഷ്ട്രീയമായും സാംസ്കാരികമായും ഒക്കെ ലഭ്യമാക്കിയത് ആ സമരഗാഥകളാണ്, ആ ആശയത്തിൻ്റെ കരുത്താണ്. അങ്ങനെ ആ ആശയത്തിൻ്റെ കരുത്തിൽ സമരഗാഥ തീർത്ത ആ സഖാവിനാണ്, ആ സഖാവിനായി ഞങ്ങൾ ഇന്നൊരു ദിവസം മാറ്റിവെക്കുകയാണ്. എത്ര ബുദ്ധിമുട്ടുണ്ടായാലും സഖാവിനെ കണ്ട് അവസാനമായി അന്ത്യോപചാരം അർപ്പിച്ചതിന് ശേഷമല്ലാതെ ഞങ്ങൾക്ക് പോകാനാകില്ല എന്ന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, മാത്രമല്ല സ്ത്രീ പുരുഷ ഭേദമന്യേ, മാത്രമല്ല ആബാലവൃദ്ധം ജനങ്ങളുടെയും പ്രാതിനിധ്യം അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതാണ് വണ്ടാനത്ത് നിന്ന് നമ്മൾ ഇപ്പോഴും കാണുന്നത്. ഇനി അമ്പലപ്പുഴയിലേക്ക്, ചരിത്രപ്രസിദ്ധമായി അടയാളപ്പെടുത്തിയ നിരവധി രാഷ്ട്രീയ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച അമ്പലപ്പുഴ. ആ അമ്പലപ്പുഴയിൽ സുജു ടി ബാബു ഉണ്ട്. സുജു, നമ്മൾ ഇതുവരെ കണ്ട ദൃശ്യത്തിന് അപവാദമായി വ്യത്യസ്തമായി ഒന്നുമില്ല. അവരുടെ തൊണ്ട ഇപ്പോഴും ഇടറിയിട്ടില്ല. ആ വിളി, തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയ ആ വിളി, VS വേണ്ടിയുള്ള ആ മുദ്രാവാക്യം, അതിപ്പോഴും ഇടറാതെ കൈകൾ കൈകൾ, ഖണ്ഡങ്ങൾ ഖണ്ഡങ്ങൾ, നാവുകൾ നാവുകൾ മാറി മാറി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങ് അമ്പലപ്പുഴയിൽ എങ്ങനെ അവിടം? വാക്കുകൾക്ക് അതീതമാണ്. അമ്പലപ്പുഴയും VS എന്ന പ്രിയ നേതാവിനെ കാത്തു നിൽക്കുന്ന കൊച്ചുകുട്ടികൾ VS-നെ കണ്ണേക്കരളെ VS എന്ന് വിളിക്കുന്നത്. കാത്തിരിക്കുകയാണോ? കണ്ടിട്ടേ പോകുന്നുള്ളൂ. VS-നായി കാത്തു നിൽക്കുന്ന കൊച്ചുകുട്ടികളെ കാണാൻ സാധിക്കും. VS അപ്പൂപ്പനായി കാത്തു നിൽക്കുകയാണ് അല്ലേ? എത്രത്തോളം പ്രിയപ്പെട്ട ആവേശമാണോ VS? ആര് പറഞ്ഞു മരിച്ചെന്ന്? ആര് പറഞ്ഞു മരിച്ചെന്ന്? ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. വലിയ ആവേശമാണ് VS-ല്. അതെ, വലിയ ആവേശമാണ്, വലിയ ആവേശമാണ്. VS ഞങ്ങളുടെയൊക്കെ ചങ്കാണ്. VS ഉയർത്തിയ, ഈ സമൂഹത്തിൽ ഉയർത്തിയ ഒട്ടേറെ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കും. VS ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ ഞങ്ങളിലൂടെ നടപ്പാക്കും. ആലപ്പുഴ രക്തസാക്ഷികളുടെ മണ്ണാണ്. അവിടെ എങ്ങനെയാണ് VS-നെ ഓർക്കുന്നത്? VS എന്ന് പറയുന്നത് മഹാപ്രസ്ഥാന പടപ്രശ്നം, കേരളത്തിന്റെ ഭീഷ്മാചാര്യനാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. പുന്നപ്പുറയുടെ മണ്ണിന് ഇതിൽ തീരാത്ത വേദന ഞങ്ങളുടെ VS-ന് 100 രക്തപുഷ്പങ്ങളാണ്. ഞങ്ങളുടെ ജന്താരകമേ, പോരാട്ടത്തിൻ പോർവീതികളിൽ, പോരാട്ടത്തിൻ പോർവീതികളിൽ ഞങ്ങളെ ആകെ നയിച്ച സഖാവേ, ഞങ്ങളെ ആകെ നയിച്ച സഖാവേ. സഖാവ് VS സാധാരണക്കാരുടെ പടത്തലോനാണ്. അത് മാത്രമല്ല, ഏത് വിഷയം, എന്ത് പാർട്ടിയിലായിക്കോട്ടെ, സംസ്ഥാനപരമായിട്ട് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കൂടുതലും പാവപ്പെട്ട ജനങ്ങളുടെ ചെറിയ ചെറിയ വിഷയങ്ങൾ പോലും എടുത്ത് അത് പ്രവൃത്തിയിൽ കൊണ്ടുവന്ന് നേരെ നടപ്പിലാക്കാനായിട്ട് ഏറ്റവും ഊർജ്ജസ്വലമായ ഈ ലോകം കണ്ടതിൽ ഏറ്റവും നല്ല നേതാവാണ്. VS ഞങ്ങളുടെ എല്ലാവരുടെയും തീരാ നഷ്ടമാണ്. ഞങ്ങളുടെ പുന്നപ്പുറയിൽ സമരങ്ങളിൽ മൊത്തം പണ്ട് കാലത്ത് ഞങ്ങൾക്ക് ഊർജ്ജമായി അമ്പലപ്പുഴയുടെ പേരും ആ യശസ് ഉയർത്തി ഞങ്ങളെ നേതൃത്വത്തിലോട്ടും അല്ലാതെ ഞങ്ങളുടെ ഈ സംഘടനാ പടവത്തിലോട്ടും കൊണ്ടുവന്ന ഞങ്ങളുടെ ധീരനായ സഖാവ്, ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഞങ്ങളുടെ സഖാക്കളെ ഏറ്റവും അഭിമാനം എന്ന് ഞങ്ങളെ അമ്പലപ്പുഴക്കാർക്ക് തന്നെ ഏറ്റവും നെഞ്ചത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഞങ്ങളുടെ പ്രിയ സഖാവ് ഇവിടെ പറഞ്ഞതിൽ ഞങ്ങളെല്ലാവരും തന്നെ ദുഃഖിതരാണ്. പൂർണ്ണമായും ഞങ്ങൾ ഈ ദുഃഖത്തിൽ എല്ലാവരും തന്നെ പങ്കുചേരുകയാണ്. VS-നെ അങ്ങനെയാണ് ഓർക്കുന്ന. കുട്ടികളുണ്ട്, പ്രായമുള്ളവരുണ്ട്. VS പറഞ്ഞോളൂ. എന്താണ് കമ്മ്യൂണിസം എന്ന് പഠിപ്പിച്ചത് VS സഖാവാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പക്കാർ പിള്ളേർക്കും അതുപോലത്തെ കർഷക തൊഴിലാളികൾക്കും കർഷകർക്കും വേണ്ടി പടമെടുത്ത സത്യസന്ധനായ വ്യക്തി, ഈ ഇന്ന് മരിച്ചതിൽ ഏറ്റവും മഹനീയനായ വ്യക്തിയാണ് നമ്മുടെ സഖാവ് VS അച്യുതാനന്ദൻ. VS നമുക്ക് കാണുമ്പോൾ അറിയാം. ഷാദി ദൃശ്യങ്ങളിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ എത്രയധികം ആളുകളാണ്, ആയിരക്കണക്കിന് ആളുകളാണ് അമ്പലപ്പുഴയിലും സഖാവ് VS വിപ്ലവ മണ്ണിൽ
VS-ന് യാത്രയാകാൻ വേണ്ടി നിൽക്കുന്നത്. അത്രയധികം ആളുകൾ കാത്തു നിൽക്കുവാണ് VS അച്യുതാനന്ദൻ എന്ന അവരുടെ വലിയ നേതാവിനെ, അമ്പലപ്പുഴയുടെ വലിയ നേതാവിനെ, ആലപ്പുഴയുടെ മണ്ണിൽ, വിപ്ലവ മണ്ണിൽ VS-നെ കാത്തു നിൽക്കുകയാണ്. അമ്മ, എങ്ങനെയാണ് VS-നെ ഓരോ ആളുകളും ഓർത്തെടുക്കുന്ന വലിയ വിപ്ലവ വീര്യത്തോടാണ്? VS-നായി മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന ആളുകളാണ്, VS-നായി കാത്തു നിൽക്കുകയാണ്. അതെ, VS-ന് എനിക്ക് ഒരുപാട് തവണ എനിക്ക് VS-ന് ആഹാരം വിളമ്പിക്കെടുക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പല ഗസ്റ്റ് ഹൗസുകളിൽ നിന്നായിട്ട് ഞാൻ കൂടുതലും ആലപ്പുഴയിൽ നിന്നായിരുന്നു അദ്ദേഹത്തിനെ സേവിച്ചത്. ഒരുപാട് തവണ VS-ന് എനിക്ക് ആഹാരം വിളമ്പിക്കൊടുക്കാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. അദ്ദേഹം കുടുംബമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സുഹൃത്തുണ്ട്, എൻ്റെ സുഹൃത്തുക്കളുണ്ട്, കുടുംബമായിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങളെല്ലാവരും. കുടുംബം തന്നെ VS-നായ ആവേശമാണ് VS എന്ന് പറഞ്ഞാൽ. അത്തരം കാഴ്ചകളാണ് VS-ന്റെ വിലാപയാത്ര ഉടനെത്തുമെന്നുള്ള അനൗൺസ്മെന്റ് വരുമ്പോൾ VS-കാക്കൾ ഹൃദയാഭ്യുതം അർപ്പിച്ചുകൊണ്ട്, അവർ VS-ന് ആദരവർപ്പിച്ചുകൊണ്ട് VS-ന്റെ അന്ത്യയാത്ര, VS-ന്റെ അവസാന യാത്ര വിപ്ലവത്തിലേക്ക് അല്പസമയത്ത് മണിക്കൂറുകൾക്ക് ശേഷം പുന്നപ്പുറയെ രക്തം ചീന്തിയ രക്തസാക്ഷികളോടൊപ്പം VS മണിചേരുന്ന നിമിഷമാകുകയാണ്. ഒരു രക്തസാക്ഷി മരിക്കുന്നില്ല എന്ന് പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാരുടെ മരണമില്ല എന്നാണ് പോരാളിയായ ഇല്ല മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ഞങ്ങളിലൊഴുകും ചോരയിലൂടെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രക്തസാക്ഷികളോടൊപ്പം കണ്ണി ചേരുന്ന നിമിഷത്തിന് അതിൽ VS മരിക്കുകയല്ല, രക്തസാക്ഷിക്കൊപ്പം VS ജീവിക്കുന്ന ഓർമ്മയാണ്. VS ഞങ്ങൾ തങ്ങളുടെ ചങ്കിൽ ജീവിക്കുമെന്നാണ് ഓരോ ആളുകളും പറഞ്ഞത്. മണിക്കൂറുകൾ കാത്തു നിൽക്കുകയാണ്. പക്ഷെ VS-നെ കണ്ടേ മടങ്ങൂ എന്നാണ്. VS അത്രയ്ക്ക് പ്രിയപ്പെടുന്നതാണ്. അതെ, എന്റെ മോളെ അക്ഷരം എഴുതിപ്പിച്ചതാണ്. ഓർമ്മയുണ്ടോ? പക്ഷെ അന്ന് എന്താണ് VS-നെ അക്ഷരം എഴുതിപ്പിക്കാൻ വേണ്ടി വിളിച്ചത്? ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട നേതാവാണ് അദ്ദേഹം. അമ്പലപ്പുഴയുടെ വീരനായകനാണ്. VS അക്ഷരം പകർന്നു തന്ന മോളുടെ പേരെന്താണ്? ഇഷ പ്രശാന്ത്. ഇപ്പൊ എത്രയുള്ള പഠിക്കുന്നത്? 5-ല്. VS-നെ കാണാൻ വേണ്ടി നിൽക്കുകയാണോ? മോക്ക് ഇഷ്ടമാണോ VS-നെ? അത്രത്തോളം പ്രിയപ്പെട്ട നേതാവാണ്. അങ്ങനെ VS അക്ഷരം പകർന്നു കൊടുത്ത നേതാവാണ്, ഈ ഒരു വിദ്യാർത്ഥിയാണ് ഈ നിൽക്കുന്നത്. VS-നായി കാത്തു നിൽക്കുകയാണ് അല്ലേ? ഞങ്ങളുടെ പാവപ്പെട്ട ആൾക്കാരുടെ മന്ത്രിയാണ് ഞങ്ങളുടെ VS. ഇതുപോലൊരു മന്ത്രി ഇങ്ങനെ ഉണ്ടാകാനില്ല. ഞങ്ങളുടെ കർഷക തൊഴിലാളിയുടെ മന്ത്രിയാണ് VS. അതുകൊണ്ട് എന്ത് ജോലി തിരക്കുണ്ടാലും VS-നെ കാണാൻ ഞങ്ങൾ ഓടിയെത്തിയോ. ഇനി ഒരു നേതാവ് അങ്ങനെ ഉണ്ടാകത്തില്ല. ഇനി നമ്മുടെ പ്രിയപ്പെട്ട നേതാവാണ്, മറക്കാൻ പറ്റത്തില്ല. പറയാൻ വാക്കുകളില്ല അദ്ദേഹത്തെക്കുറിച്ച്. ഇതിനെക്കുറിച്ച് പറയാനൊക്കെ വാക്കുകളില്ല. എന്തെല്ലാം യാതന അനുഭവിച്ചിട്ടും ജനങ്ങൾക്ക് വേണ്ടി പോരാടിയ ഒരു മന്ത്രിയല്ല, ഞങ്ങളിൽ ഒരാളെ പോലെ ഞങ്ങൾ തൊണ്ടയിടറുകയാണ്, കരയുകയാണ് VS-നായി അങ്ങും കാത്തു നിൽക്കുകയാണ്, പ്രിയപ്പെട്ട നേതാവിനായി. ഞങ്ങളുടെ എല്ലാം പ്രിയ നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവില്ല. എന്ത് പറയാനോ, അദ്ദേഹം ഞങ്ങളിലൂടെ തന്നെ ജീവിക്കും. ഒരിക്കലും മരിച്ചിട്ടില്ല. പ്രിയപ്പെട്ട നേതാവ് പൊന്നമ്മനെയായിരുന്നു. എങ്ങനെയാണ് നിങ്ങളെല്ലാം VS-നെ ഒരു സമരനായകനായിട്ട് കാണുകയാണ്. വളരെ രാവിലെ വന്നതാണ്, രാവിലെ തൊട്ട് ഇവിടെ നിൽക്കുകയാണ്. കണ്ടിട്ടേ പോകത്തുള്ളൂ. സംസ്കാരം കഴിഞ്ഞാൽ ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങത്തുള്ളൂ. VS-നെ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന VS-ന്റെ പ്രിയപ്പെട്ട ആളുകൾ അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നില്ലേ? സംസാരിക്കാൻ സാധിക്കുന്നില്ല. കാരണം അത്രത്തോളം വലിയ ദുഃഖമാണ് അവർക്ക്. VS വിട്ടുപിരിഞ്ഞെന്ന് വിശ്വസിക്കാൻ അവർക്ക് സാധ്യമല്ല. അത്രത്തോളം വലിയ നേതാവിനായി കാത്തു നിൽക്കുക സാധാരണക്കാർ, കർഷക തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, കുട്ടനാടിൻ്റെ പോരാളികളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് VS-നെ ഓർത്തെടുക്കുന്നത്? നല്ലൊരു സഖാവായിരുന്നു. ഞങ്ങൾ ഓർമ്മ വെച്ച കാലം തൊട്ട് കേൾക്കുന്ന വാക്കുകളാണ് VS എന്ന രണ്ടക്ഷരം. VS എന്ന രണ്ടക്ഷരം മറക്കാനാവില്ലല്ലേ? ഞങ്ങളുടെ നേതാവിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ടാണ്. VS-നെ കാത്തു നിൽക്കുന്ന ആളുകൾ പറഞ്ഞോളൂ. ഇതുപോലൊരു നന്മ മരത്തിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇത്ര നല്ലൊരു മനുഷ്യനായിരുന്നു VS അച്യുതാനന്ദൻ. VS-നെ കുറിച്ച് ഓർക്കുമ്പോൾ പല പല കാരണങ്ങളുണ്ട്. ഇപ്പോഴും നമുക്ക് ഓരോ ഞങ്ങളുടെ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. എങ്ങനെയല്ലേ പറയാതിരിക്കുക, വാക്കുകൾ കിട്ടുന്നില്ല. വാക്കുകൾ കിട്ടുന്നില്ല പുള്ളിക്കാരനെ പറയാനായിട്ട്.
അത്രമേൽ പ്രിയപ്പെട്ട നന്മ മരം തന്നെയായിരുന്നു പുള്ളിക്കാരൻ. കണ്ണുകൾ ശ്രദ്ധിച്ചാലറിയാം, കരയുകയാണ് വി എസിനെ ഓർത്ത്. അവർക്ക് വാക്കുകൾ കിട്ടുന്നില്ല, അവർ തൊണ്ടയിടറുകയാണ്, കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊഴിക്കുന്നത് കാണാം. അങ്ങനെ വി എസിനെ അത്രമേൽ ഒരു ജനത, ഒരു നേതാവിനെ സ്നേഹിക്കുന്നുവെന്ന് ഇതിൽ പരം എന്ത് തെളിവാണ് വേണ്ടത്? ഇതിൽ പരം ഒരു നേതാവിന് എന്ത് സ്വീകാര്യതയാണ് വേണ്ടത്? ഈ ഉച്ച വെയിലത്തും വി എസിനായി മണിക്കൂറോളം കാത്തുകൊണ്ട് വി എസ് മരിച്ചിട്ടില്ല എന്ന് അവർ ഉറക്കെ പറയുകയാണ്. മരിച്ചിട്ടില്ല, സഖാവ് വി എസ് മരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ഞങ്ങളിലൊഴുകും ചോരയിലൂടെ, ഞങ്ങളിലൊഴുകും ചോരയിലൂടെ. ഇല്ല, മരിച്ചിട്ടില്ല. കുട്ടികൾ ഉൾപ്പെടെ വി എസ് മരിച്ചിട്ടില്ലെന്ന് പറയണം. വി എസിനെ കാത്ത് പ്രായഭേദമെന്നെ ആളുകൾ നിൽക്കുകയാണ്. അമ്മ, വി എസിനെ എങ്ങനെയാണ് വി എസ് എന്ന സഖാവിനെ ഓർത്തെടുക്കുന്നത്? വി എസിനെ കണ്ടിട്ടുണ്ട്. പുള്ളിയെ പോയതിൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട്. അതുകൊണ്ട് കാണാൻ വേണ്ടി വന്നതാണ്. മണിക്കൂറുകളായി കാത്തു നിൽക്കുകയാണ്. അതെ, അല്ല രാവിലെ വന്നതേ ഉള്ളൂ. കാണണം അല്ലേ? അവസാനമായി കാണുന്ന വലിയ ആഗ്രഹമാണ്. അതെ അതെ. ഞങ്ങളുടെ കണ്ണേ കരള് വി എസ്. പിന്നെ ഇത് ഞങ്ങൾ കൂട്ടിക്കലിൽ നിന്ന് വന്നതാ, മുണ്ടക്കയം കൂട്ടിക്കലിൽ നിന്ന് വന്ന് ഞങ്ങൾ കാണാൻ വേണ്ടി തന്നെ വന്നതാ. ഞങ്ങളുടെ എല്ലാവാ. ഇപ്പോൾ അമ്പലപ്പുഴയിലെത്തി സുജുട്ടി ബാബു വിലാപയാത്ര. വി എസ് അമ്പലപ്പുഴയിലെത്തി അല്ലേ? തീർച്ചയായിട്ടും വി എസ് അമ്പലപ്പുഴ എത്തുമ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്തേക്ക് വി എസ് എത്താൻ ഇനിയും മിനിറ്റുകൾ ആവശ്യമാണ്. കാരണം അത്രമേൽ ചെങ്കടൽ പോലെ, അല്ലെങ്കിൽ കടലായി മാറുകയാണ്. അത്രയും അധികം ആളുകളാണ് ഇവിടെ വി എസിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി തടിച്ചുകൂടിയിരിക്കുന്നത്. വി എസ് അത്രമേൽ പ്രിയപ്പെട്ടവരാണ് അവർക്ക്. അതുകൊണ്ടാണ് വി എസിനെ പറ്റി മറ്റ് ജില്ലകളിൽ നിന്ന് ഒക്കെ വരുന്ന ആളുകൾ അവരുടെ വാക്കുകൾ ഇടറുകയാണ്. വി എസിനെ അമ്പലപ്പുഴയുടെ ഹൃദയഭാഗത്തിലേക്ക് വി എസ് എത്തിയിട്ടില്ല. ആ ഹൃദയഭാഗത്തിലേക്ക് വി എസ് കടന്നു വരികയാണ്. വിപ്ലവ മണ്ണിലേക്കുള്ള അവസാന യാത്ര വി എസ് ഇനി അല്പസമയത്തിന് ശേഷം, മണിക്കൂറുകൾക്ക് ശേഷം രക്തസാക്ഷികൾ ഉറങ്ങുന്ന വലിയ ചുടുകാട്ടിൽ വി എസും ഓർമ്മയാകും. പക്ഷേ വി എസിനെ മരിക്കുന്നില്ല എന്നാണ് വി എസിനെ പറ്റി ഓരോ നേതാക്കളും, ഓരോ വ്യക്തികളും, സാധാരണക്കാരും എല്ലാം വി എസിനെ പറ്റി പറയുന്നു. വി എസ് എന്ന് മരിക്കുന്നില്ല. വി എസ് അമ്പലപ്പുഴയിലേക്ക് അവസാന യാത്രയെ എത്തുകയാണ്.